യേശു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് യേശുവിൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ ചോദിച്ചു, ഇതെല്ലാം എപ്പോഴായിരിക്കും സംഭവിക്കുക? അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെയും വ്യവസ്ഥിതി അവസാനിക്കാൻ പോകുന്നു എന്നതിൻ്റെയും അടയാളം എന്തായിരിക്കും? ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് പലരും എൻ്റെ നാമത്തിൽ വന്ന് അനേകരെ വഴിതെറ്റിക്കും. യുദ്ധകോലാഹലങ്ങളും യുദ്ധങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും നിങ്ങൾ കേൾക്കും. പക്ഷെ പേടിക്കരുത്, അവ സംഭവിക്കേണ്ടതാണ്. എന്നാൽ അത് അവസാനമല്ല. ജനത ജനതയ്ക്കെതിരെയും രാജ്യം രാജ്യത്തിനെതിരെയും എഴുന്നേൽക്കും. ഒന്നിനു പുറകെ ഒന്നായി പല സ്ഥലങ്ങളിൽ ഭക്ഷ്യക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകും. ഇതൊക്കെ പ്രസവവേദനയുടെ ആരംഭം മാത്രമാണ്. അന്ന് ആളുകൾ നിങ്ങളെ ഉപദ്രവിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിങ്ങളെ കൊല്ലും. എൻ്റെ പേര് നിമിത്തം എല്ലാ ജനതകളും നിങ്ങളെ വെറുക്കും. അപ്പോൾ പലരും വിശ്വാസത്തിൽ നിന്ന് വീണുപോകുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും വെറുക്കുകയും ചെയ്യും. ധാരാളം കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് അനേകരെ വഴിതെറ്റിക്കും. നിയമലംഘനം വർദ്ധിച്ചു വരുന്നത് കണ്ട് മിക്കവരുടെയും സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ നേടും. ദൈവരാജ്യത്തിൻ്റെ ഈ സന്തോഷവാർത്ത എല്ലാ ജനതകളും അറിയാനായി ഭൂലോകത്തെങ്ങും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അതുകൊണ്ട് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ നാശം വിധിക്കുന്ന മ്ലേച്ഛവസ്തു വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായനക്കാരൻ വിവേചിച്ചെടുക്കട്ടെ. യഹൂദ്യയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. പുരമുകളിൽ നിൽക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കാൻ താഴെ ഇറങ്ങരുത്. വയലിലായിരിക്കുന്നവൻ പുറംകുപ്പായമെടുക്കാൻ വീട്ടിലേക്ക് തിരിച്ചു പോകരുത്. ആ നാളുകളിൽ ഗർഭിണികളുടെയും മുലയൂട്ടുന്നവരുടെയും കാര്യം കഷ്ടം തന്നെ. നിങ്ങൾക്ക് ഓടിപ്പോകേണ്ടി വരുന്നത് മഞ്ഞുകാലത്തോ ശബത്ത് ദിവസത്തിലോ ആകാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും പിന്നെ ഒരിക്കലും സംഭവിക്കില്ലാത്തതുമായ മഹാകഷ്ടത അന്നുണ്ടാകും. ആ നാളുകൾ വെട്ടിച്ചുരുക്കുന്നില്ലെങ്കിൽ ആരും രക്ഷപ്പെടില്ല. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ നാളുകൾ വെട്ടിച്ചുരുക്കും. അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ എന്നോ അതാ അവിടെ എന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത്. കാരണം കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ തിരഞ്ഞെടുത്തിരിക്കുന്നവരെ പോലും വഴിതെറ്റിക്കാൻ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഇതാ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുന്നു. അതുകൊണ്ട് ആളുകൾ നിങ്ങളോട് ഇതാ ക്രിസ്തു വിജനഭൂമിയിൽ എന്നു പറഞ്ഞാൽ പുറപ്പെടരുത്. ഇതാ ഉൾമുറിയിൽ എന്നു പറഞ്ഞാൽ വിശ്വസിക്കുകയുമരുത്. കാരണം കിഴക്കുനിന്ന് പുറപ്പെടുന്ന മിന്നൽ പടിഞ്ഞാറ് വരെ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ സാന്നിധ്യവും. ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടും. ആ നാളുകളുടെ കഷ്ടത കഴിയുന്ന ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും. ചന്ദ്രൻ വെളിച്ചം തരില്ല. നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും. ആകാശത്തിലെ ശക്തികൾ ആടിയുലയും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് ദൃശ്യമാകും. ഭൂമിയിലെ എല്ലാ ഗോത്രങ്ങളും നെഞ്ചത്തടിച്ച് വിലപിക്കും. മനുഷ്യപുത്രൻ ശക്തിയോടെയും വലിയ മഹത്വത്തോടെയും ആകാശമേഘങ്ങളിൽ വരുന്നതവർ കാണും. തിരഞ്ഞെടുക്കപ്പെട്ടവരെ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കാൻ മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ ഉച്ചത്തിലുള്ള കാഹള ശബ്ദത്തിൻ്റെ അകമ്പടിയോടെ അയക്കും. അത്തിമരത്തിൻ്റെ ദൃഷ്ടാന്തത്തിൽ നിന്ന് പഠിക്കുക. അതിൻ്റെ ഇളങ്കൊമ്പ് തളിർക്കുമ്പോൾ വേനൽ അടുത്തെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ മനുഷ്യപുത്രൻ അടുത്തു എത്തിയെന്ന് അവൻ വാതിൽക്കൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ ഒരു കാരണവശാലും നീങ്ങിപ്പോകില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും നീങ്ങിപ്പോകും, എൻ്റെ വാക്കുകളോ ഒരിക്കലും നീങ്ങിപ്പോകില്ല.